മാമ്പഴവും തേങ്ങയും ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പുഡിങ്ങിന്റെ റെസിപ്പി നോക്കിയാലോ? അതും തീ പോലും കത്തിക്കാതെ തന്നെ. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. നമുക്ക് ആദ്യം ഒരു ബൗളിലേക്ക് 2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു തേങ്ങയിൽ നിന്ന് എടുത്തിട്ടുള്ള കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് 1/2 കപ്പ് മാംഗോ പ്യൂരി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പഴുത്ത മാങ്ങ വേണം എടുക്കാനായിട്ട്. നാരൊന്നും ഇല്ലാത്ത, പുളിയൊന്നും ഇല്ലാത്ത നല്ല മധുരമുള്ള മാങ്ങ നോക്കി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ട്ടോ. ഇനി നമുക്ക് ഈ മാങ്ങയും തേങ്ങാപ്പാലും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ തേങ്ങാപ്പാലും മാങ്ങയും കൂടി ചേർത്താൽ തന്നെ നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റാണ് ട്ടോ ഈ ഒരു പുഡിങ്ങിന് ഉണ്ടാവുക. നമുക്കിത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള ചിയ സീഡ്സ് 1/2 കപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ മധുരത്തിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കായാലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല റിച്ച് ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു പുഡിങ്ങിന് ഉണ്ടാവുക. ഇനി നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് തേൻ ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ടേസ്റ്റ് ഒക്കെ നോക്കുക. മധുരം ഇനിയും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര അല്ലാന്നുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മാങ്ങയുടെ മധുരത്തിനൊക്കെ അനുസരിച്ചിരിക്കും നമ്മൾ എക്സ്ട്രാ ചേർക്കേണ്ട മധുരത്തിന്റെ അളവ്. ഇനി നമുക്ക് ഈ ഒരു മിക്സ് ഒന്നുകിൽ ഒരു രാത്രി അല്ലാന്നുണ്ടെങ്കിൽ മിനിമം 3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോഴേക്കും ചിയാ സീഡ്സ് ഒക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ടാവും. ഇപ്പൊ ഞാനിവിടെ അടുത്ത ദിവസം രാവിലെ എടുത്തിട്ടുണ്ട്. ഈ ചിയാ സീഡ്സ് ഒക്കെ നന്നായിട്ട് കുതിർന്ന് ഈ തേങ്ങാപ്പാലൊക്കെ അബ്സോർബ് ഒക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. മാങ്ങയുടെ കളർ കൊണ്ടാണ് ട്ടോ ഈ ഒരു മഞ്ഞ കളറിൽ ഇരിക്കുന്നത്. അല്ലാതെ ഞാൻ ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർത്തിട്ടില്ല. നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു സെർവിങ് ഡിഷിന്റെ അടിഭാഗത്ത് നമുക്ക് ഒരു ലെയർ പഴുത്ത മാങ്ങ കഷ്ണങ്ങളാക്കിയത് നമുക്ക് വെച്ച് കൊടുക്കാം. അതിന്റെ മീതെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിയ സീഡ്സ് അതുപോലെ തേങ്ങാപ്പാൽ ആ ഒരു മിക്സ് നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാങ്ങ മിക്സ് ചെയ്യാതെയും ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി അതിന്റെ മീതെ നമുക്ക് മാങ്ങ കഷ്ണങ്ങൾ വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. നമുക്കിതിന്റെ മീതെ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും വെച്ച് ഗാർണിഷ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ആൽമണ്ട്സ് ആണ് വെച്ച് ഗാർണിഷ് ചെയ്യുന്നത്. ഇത്രേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പുഡിംഗ് ആണ്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ സെർവ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ പാർട്ടിക്കൊക്കെ ഒരു ഡെസേർട്ട് ആയിട്ടാണ് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ഡിഷാണ്. അപ്പോൾ ഇത്തവണ മാങ്ങയുടെ സീസണിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് ട്ടോ.